എല്ലാവർക്കും നമസ്കാരം. സേഫ് ഡ്രൈവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ ഇട്ടാണ് വീഡിയോകൾ ചെയ്യുന്നത്. കാരണം ഓരോ ജോലി തിരക്ക് കാര്യങ്ങൾക്കൊക്കെ ഇടയ്ക്ക് നമുക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ സാധിക്കുന്നില്ല. പിന്നെ അവിചാരിതമായിട്ട് ചില കാഴ്ചകൾ, പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ തന്നെ സേഫ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടാണ് റോഡ് സേഫ്റ്റി ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പ്രിഫറൻസ് കൊടുത്തുകൊണ്ടും PSCയുടെ ഡ്രൈവർ ടെസ്റ്റിനുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ വീഡിയോകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കണ്ട ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച നമ്മളെ ചിന്തിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഒരു കാറ് സീബ്ര ലൈനിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ച ഇന്ന് കാണാനിടയായിരുന്നു. അപ്പം ഞാൻ നോർമലി നോക്കിക്കഴിഞ്ഞപ്പം വണ്ടി ഇടാനുള്ള അസൗകര്യങ്ങളോ കാര്യങ്ങളോ എന്താണ് അവിടെ നോക്കുമ്പം ഇഷ്ടംപോലെ സ്ഥലം, അതിന് മുമ്പിലും പുറകിലും വശങ്ങളിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സ്ഥലം, ഗ്യാപ്പ് നല്ല രീതിയിൽ കിടക്കുന്നു. എന്നിട്ടും കൃത്യമായിട്ട് ഈ വാഹനം ആ സീബ്ര ലൈനിൽ തന്നെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. തൊട്ട് മുമ്പിൽ ഒരു 10-15 മീറ്റർ മുമ്പിലായിട്ട് സ്കൂളിൻ്റെ ഒരു സൈൻ ബോർഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്കൂൾ അവിടെ ഉണ്ട്. അപ്പോൾ സ്കൂള് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കോഷൻ കൊടുത്തിരിക്കുന്ന ഒരു ബോർഡും ഉണ്ട്. എന്നിട്ടും ഈ വാഹനം ആ സീബ്ര ലൈനിൽ തന്നെ കൃത്യമായിട്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത്. അശ്രദ്ധമായിട്ട് ചെയ്യുന്നതാണോ, അതോ ഇനി ഇതൊന്നും നമുക്കൊരു വിഷയമല്ല എന്നുള്ള മട്ടിൽ ചെയ്യുന്നതാണോ, എന്താണെന്ന് അതിൻ്റെ ചേതവികാരം എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ നമ്മളിത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് വാഹനപ്പെരുപ്പം കൂടുതലാണ്. റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പം റോഡിൽ കൊള്ളാവുന്നതിൽ കൂടുതൽ വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് നിയമങ്ങൾ പാലിക്കാതെ അല്ലെ ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ ഇതെന്തോ പ്രശ്നം പെട്ടെന്ന് വരുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കണ്ണടയ്ക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പിൽ വേറൊരു വലിയ അപകടം ഉണ്ടായേക്കാം. കാരണം കൊച്ചുകുട്ടികൾ അല്ലെങ്കിൽ മറ്റൊരു ആരെങ്കിലും ആ സീബ്ര ലൈൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന തിരക്കുള്ള വഴിയും കൂടെ ആകുമ്പോൾ സീബ്ര ലൈൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വണ്ടി ഒരു മാർഗ്ഗതടസ്സം തന്നെയാണ്. അതിൻ്റെ മറയിൽ നിന്നും ക്രോസ് ചെയ്യുക എന്നുള്ളതും മറ്റ് വണ്ടികൾ വരുന്ന അവരുടെ കാഴ്ച തടസ്സപ്പെടുത്തും. അല്ലെങ്കിൽ ഇവർ ക്രോസ് ചെയ്യുന്നത് യാത്ര ചെയ്ത് വരുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതിനും അങ്ങനെ പരോക്ഷമായിട്ട് അപകടങ്ങൾ ഉണ്ടാക്കി വെക്കാം. ഒരു തെറ്റും ചെയ്യാതെ പോകുന്നവർക്ക് അവരുടെ ജീവൻ തന്നെ അപകടത്തിൽപ്പെടാനും വഴിയെ വണ്ടി കുടിച്ചു പോകുന്ന ആളുകൾക്ക് മനസ്സറിയാതെ അപകടങ്ങളിൽ ചെന്ന് പെടുന്നതിനുമൊക്കെ ഇടയാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ അവിടെ കണ്ടു. അപ്പം അതിന് ശേഷം നമ്മളിത് ചെയ്തു. ഇതിന് ശേഷം നമ്മുടെ ശ്രദ്ധപ്പെടുത്തുകയും വളരെ അതായിട്ട് അത് പറ്റിപ്പോയി ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ പോവുകയും ചെയ്തായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പം അത് പെട്ടെന്നുള്ള അവരുടെ ഒരു സൗകര്യപ്രകാരമായിട്ട് അവർ നിർത്തി എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്കതിനകത്ത് നിയമപരമായിട്ട് ചിന്തിക്കുമ്പോൾ നിയമങ്ങളെല്ലാവരും അനുസരിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ചാണ്. സീബ്ര ലൈനുകൾ എന്തിനാണ് നിയമം അനുവദിച്ചിരിക്കുന്നത്? സീബ്ര ലൈനുകൾ നമ്മൾ ബേസിക്കായിട്ട് ലൈസൻസ് എടുക്കാൻ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ടെസ്റ്റിനകത്ത് ഉൾപ്പെടെ പറയുന്ന കാര്യങ്ങളാണ്. പെഡസ്ട്രിയൻസ് ആണ് റോഡിൻ്റെ ഏറ്റവും പ്രിഫറൻസ് കൊടുക്കേണ്ടത്. നമ്മളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും നമ്മൾ വാഹനം ഉപയോഗിക്കുന്നപ്പോൾ നമ്മളും കാൽനട യാത്രക്കാരാണ്, നടന്നു പോകാം അല്ലേ. നമ്മൾ വീട്ടുകാർ കൂട്ടുകാർ അങ്ങനെ റോഡ് ഉപയോഗിക്കുന്നവർ അധികം പേരും വാഹനത്തിൽ തന്നെ പോകണമെന്നില്ല. അപ്പം പെഡസ്ട്രിയൻസിൻ്റെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് അവർക്ക് സുഖമായി റോഡ് ക്രോസ് ചെയ്യാനായിട്ടും കൂടെ കൂടിയിട്ടാണ് ഈ സീബ്ര ലൈനുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളവരെ പ്രതീക്ഷിക്കണം. അവരുണ്ടെങ്കിൽ നമ്മളവർക്ക് വേണ്ടിയിട്ട് നിർത്തിക്കൊടുക്കണം, അവരെ ക്രോസ് ചെയ്യാൻ അനുവദിക്കണം. ഒരാളെ സീബ്ര ലൈനിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന് മുമ്പിൽ സ്റ്റോപ്പ് ലൈൻ ഉണ്ടാവും, സീബ്ര ലൈന് അപ്പുറയും. അപ്പോൾ ആ രണ്ടുപേരെ എന്താണ് എന്നുള്ളത് പോലും ഇവിടെ അധികം പേരും ശ്രദ്ധിച്ച് കണ്ടിട്ടില്ല. അതേ സീബ്ര ലൈനെ കയറ്റി നിർത്തുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം സീബ്ര ലൈന് മുമ്പുള്ള സ്റ്റോപ്പ് ലൈൻ മുമ്പ് തന്നെ സ്റ്റോപ്പ് ലൈൻ നമുക്ക് കാണാവുന്ന ഭാഗത്തിന് നമ്മൾ ഡ്രൈവർ വാഹനം നിർത്തുക എന്നുള്ളതാണല്ലോ, നിങ്ങൾക്കും അറിയാമല്ലോ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ അധികം പേര് ഇത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ പെഡസ്ട്രിയൻസിന് ഇമ്പോർട്ടൻസ് നൽകുക, കാൽനട യാത്രക്കാർക്ക് അവർക്ക് സുരക്ഷിതമായിട്ട് റോഡ് ക്രോസ് ചെയ്യാനായിട്ടുള്ള ഒരവസരം സീബ്ര ലൈനിൽ ഒരുക്കി കൊടുക്കുക. സീബ്ര ലൈനിൽ കാൽനട യാത്രക്കാരൻ ഉണ്ട് എങ്കിലും ഇല്ല എങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെല്ലാൻ. കാരണം ഏത് നിമിഷം അവിടെ ഒരാൾ വന്നേക്കാം. പിന്നെ വേറൊരു അപകടകരമായ സാഹചര്യം കൂടി അതിനകത്ത് വരുന്നുണ്ട്.
ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടിരിക്കുന്നത് ഒരു വാഹനം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നിർത്തിക്കൊടുത്താൽ അത് ഒരു കണ്ടത്തരം ചെയ്ത ഒരു ഫീലാണ്. നമുക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്, നമ്മൾ പലരും കണ്ടിട്ടുമുണ്ട്, നിങ്ങൾക്കും അനുഭവം കാണുമായിരിക്കും. അതായത് ഒരാളൊരു വാഹനം ഓടിച്ചു വരുമ്പോൾ അയാൾ നിർത്തിക്കൊടുക്കുന്ന ഒരു സാഹചര്യം, തൊട്ട് പുറകെ വരുന്നവർ ഹോൺ അടിക്കുന്നു, അതിന് ഓവർടേക്ക് ചെയ്ത് കയറി ചെല്ലുന്നു. എന്തുകൊണ്ടാണ് ഈ വാഹനം നിർത്തി? ഒരു കൊച്ചുകുട്ടിയോ ഒരു പ്രായമുള്ളവരോ മറ്റ് ഒരു മൃഗങ്ങളോ ആരെങ്കിലും എന്തെങ്കിലും ഒരു ക്രോസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടായിരിക്കാം ഈ വാഹനം ഒന്ന് നിർത്തിക്കൊടുത്തിരിക്കുന്നത്. മുമ്പിലുള്ളൊരു വാഹനം നിർത്തുമ്പോൾ എന്ത് പർപ്പസിനാണ് അയാൾ നിർത്തിയിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചിട്ട് മാത്രം ആ വാഹനത്തെ മറികടന്ന് നമ്മൾ ചെല്ലണം. കാരണം ഇല്ലാത്ത പക്ഷം ഒരു കൊച്ചുകുട്ടിയായിരിക്കും റോഡ് ക്രോസ് ചെയ്ത് വരുന്നത്, നമ്മുടെ ശ്രദ്ധപ്പെടണമെന്നില്ല. അപ്പം വാഹനം നിർത്തിക്കൊടുക്കുന്നവരെല്ലാം മണ്ടന്മാരാണ് എന്ന് ഉള്ളൊരു വിചാരം, അല്ലെങ്കിൽ ഇവരൊക്കെ എന്തെങ്ങനെ കാണിക്കുന്നത് എന്നുള്ളൊരു ആർക്കും സമയമില്ല. അപ്പം അങ്ങനത്തെ ചിന്താഗതികൾ നമ്മൾ ഒഴിവാക്കുക. മുമ്പിൽ പോകുന്നവരും നിയമം പാലിച്ചും അല്ലെങ്കിൽ വാഹനം ഓടിക്കാൻ അറിയാവുന്നവരാണ്. അവർ നിർത്തുന്നതിൻ്റെ കാരണം കണ്ടേക്കാം. അപ്പം അവരെ എന്തുകൊണ്ടാണ് അവരെ നിർത്തിയത് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ പ്രത്യേകിച്ച് എറണാകുളം സിറ്റിയിൽ ഏതെങ്കിലും സിറ്റികൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും അനുഭവം വന്നിട്ടുണ്ടായിരിക്കും, എനിക്കൊരുപാട് അനുഭവം വന്നിട്ടുണ്ട്. നമുക്ക് റൈറ്റ് സൈഡിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് നമ്മൾ മുമ്പിൽ ഒരു ക്രോസിങ്ങിന് പ്രായമുള്ള ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ് ഇട്ടിരിക്കുന്ന AC വണ്ടികളാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് നിർത്തി ഹാൻഡ് സിഗ്നൽ കാണിക്കാൻ സാധിക്കത്തില്ല, നമ്മൾ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിരിക്കുമ്പോൾ. സോ ഞാൻ ഓടിച്ചിട്ടത് ബൊലേറോ AC വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഗ്ലാസ് ആയിട്ട് ഞാൻ കൈ കാണിച്ച് പിടിച്ചിട്ടുണ്ട്, ക്രോസ് ചെയ്യരുത്, പോലെ വരുന്നവർക്ക് വാണിങ് കൊടുത്ത് കൈനീട്ടി പിടിച്ചിട്ടിരിക്കുന്നു. ഞാൻ വലതുവശത്ത് കൈനീട്ടി പിടിച്ചിരിക്കുമ്പം ഇടതുവശത്തൂടെ ബൈക്കിൽ പറന്നു വരിക ബൈക്കുകാർ. അപ്പം അവരെ എങ്ങനെ തടയും? എന്നാൽ എന്തുകൊണ്ടാണ് ഈ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് എന്നുള്ള ഇതിന് മുമ്പിലൂടെ ഒരാൾ കടന്നു പോകുന്നു. ഇപ്പം നമ്മളെ നിർത്തി കൊടുക്കുമ്പോൾ നമ്മളെ വിശ്വസിച്ച് കടന്നു പോകുന്നവർ ഇടതുവശത്തൂടെ വരുന്ന വാഹനത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പം അങ്ങനെ കടന്നു വരുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൂടെ ഒന്ന് ശ്രദ്ധിക്കണം. മുമ്പിൽ പോകുന്ന വാഹനം നിർത്തിയാൽ എന്തുകൊണ്ടാണ് നിർത്തിയത്, അവിടെ എന്തെങ്കിലും തടസ്സം വന്നിട്ടായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് യാത്രകൾ അപകടരഹിതമാക്കാം, സുഗമമാക്കാം. അപ്പം ഇപ്പം നമ്മളെടുത്ത ആ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ സീബ്ര ലൈനുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കുക. കാരണം സീബ്ര ലൈനുകൾ കാൽനടക്കാർക്ക് സുരക്ഷിതമായിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിയമം അനുവദിച്ചു കൊടുത്തിരിക്കുന്നതാണ്. അപ്പം റോഡ് നിയമങ്ങൾ നമുക്ക് പാലിക്കാം. അപ്പം ഇതുപോലെ നിർത്തിക്കൊടുക്കുന്ന വാഹനങ്ങളെ ഇടം വല്ല ഓവർടേക്ക് കണ്ണുമടച്ച് ചെയ്യാതിരിക്കാം. മുമ്പിൽ പോകുന്നവർ നിർത്തുമ്പോൾ നമുക്കും എന്തുകൊണ്ടാണ് ഇവർ നിർത്തിയതെന്നൂടെ ചിന്തിക്കാം. അപ്പം അതിന് ശേഷം മാത്രം നമുക്ക് അവരുടെ സിഗ്നൽ കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ കാരണം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ബാക്കി മുമ്പോട്ടുള്ള യാത്ര എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് സുരക്ഷിതമായിട്ട് തീരുമാനിക്കാം. അപ്പോൾ ഈ വിഷ്വലൂടെ ഒന്ന് കാണാം. അപ്പോൾ ഇതുപോലെയുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ വീഡിയോകൾ ചെയ്യാം, ചർച്ച ചെയ്യാം. സുരക്ഷിതമായ അപകടരഹിതമായ ഒരു റോഡ് ഗതാഗത സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് വയ്ക്കാം.